ഈശോ പറയുന്നത് ഞാൻ വന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമ്മളെ അയച്ചവന്റെ ഇഷ്ടം അന്വേഷിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, നമ്മളെ അയച്ചവന്റെ ഇഷ്ടമാണ് നാം നോക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനി നോക്കേണ്ടത്, ഒരു ക്രിസ്തുവിനെ അറിഞ്ഞവൻ നോക്കേണ്ടത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ നോക്കേണ്ടത് എന്റെ ഇഷ്ടമല്ല. ഇന്ന ദിവസം ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്റെ ദൈവമാണ്. 2 കൊറിന്ത്യൻസ് 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 2 കൊറിന്ത്യൻസ് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർത്തുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കണം. മരിക്കണമെങ്കിലോ കർത്താവിന് സ്വന്തമായി മരിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ഈ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടതായ സകല വേദനകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും നമ്മുടെ ഈ ആയുഷ്കാലത്ത് നമ്മൾ കടന്നുപോകും. മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പീഡനം ഉണ്ടാകും. ഒറ്റപ്പെടലിന്റെയും തള്ളിക്കളവിന്റെയും മുറിവിന്റെയും കുത്തുവാക്കിന്റെയും ഒക്കെ വേദന നമ്മൾ അനുഭവിക്കണം. പക്ഷെ ഈ സമയത്തെല്ലാം ഉണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിന്റെ ആളാണെങ്കിൽ ഉണ്ടല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ട് നിന്നെ ആത്മീയ ഉണർവിൽ നിർത്തും. ദൈവം നിർത്തും. നീ തളരാൻ, നിന്റെ കാലൊന്ന് വഴുതാൻ അവിടെ സമ്മതിക്കുക. പരിശുദ്ധാത്മാവ് വന്ന് നിന്നെ സഹായിക്കും. ദൈവവചനം വന്ന്, കർത്താവിന്റെ ആത്മാവിന്റെ പ്രേരണ വന്ന് കർത്താവ് നിന്നെ ഇടുങ്ങിയ വഴിയിൽ സുരക്ഷിതനായി നടത്തും.